നമസ്കാരം. ഈ ടിഷ്യൂ ബോക്സ് അറിയാൻ വയ്യാത്തതായിട്ട് ആൾക്കാരിപ്പോൾ കാണാൻ വളരെ കുറവായിരിക്കും. ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു ഘടകമാണ് ടിഷ്യൂ ബോക്സിലെ ടിഷ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ദിവസം എങ്ങനെ ഒരു 10-20 ടിഷ്യൂ എങ്കിലും എങ്ങനെയായിട്ട് യൂസ് ചെയ്യും. ഈ ടിഷ്യൂവിന് പ്രത്യേകതയുണ്ട്. നല്ല പാക്കിംഗ് ഉള്ള നല്ല കമ്പനിയുടെ ഒക്കെ ടിഷ്യൂ ആണെങ്കിൽ ഒരു ടിഷ്യൂ എടുക്കുമ്പോൾ അടുത്ത ടിഷ്യൂ ഇങ്ങനെ പൊങ്ങി വരും. എന്ത് ഞാൻ ദേണ്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങി വരും. ഇതിനൊരു ഒരു 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 തിയറിയുണ്ട്. അതായത് ഈ ടിഷ്യൂ ഞമ്മല്ലോ നല്ലൊരു കമ്പനിയാണെങ്കിൽ, നല്ല ടിഷ്യൂ പാക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ ഒരു ടിഷ്യൂവിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്കറിയില്ല, മടക്കിയാണ് ടിഷ്യൂ വെക്കുന്നത്. 3 ലെയറായിട്ട് മടക്കിയായിരിക്കും. ഈ മടക്കി താഴത്തെ ലെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടിയിരിക്കുന്ന ലെയർ കയറ്റി വെച്ചേക്കുക, ഇങ്ങനെ അങ്ങനെ പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നെടുക്കുമ്പം അടുത്ത ടിഷ്യൂ പൊങ്ങി വരുന്നത്. എന്നാൽ ഇങ്ങനെ കുറച്ച് എടുത്തെടുത്ത് കഴിയുമ്പോൾ ഒരു 60% ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 70% ആകുമ്പോൾ ടിഷ്യൂ നിന്നു പോകും. അപ്പോൾ നമ്മൾ കൈയിട്ട് നോക്കുമ്പോൾ അതിനകത്ത് കാണും. നമ്മൾ അതിൽ നിന്ന് പിന്നെ ലെയർ എടുത്തിട്ട് വീണ്ടും എടുത്തുകൊണ്ടിരിക്കണം. ഇതെന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടിഷ്യൂ ബോക്സ് നമ്മളോട് പറയുകയാണ്, വേണ്ടേ ഞാൻ തീരാൻ പോവുകയാണ്, നിങ്ങൾ അങ്ങാനും പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് മേടിച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് മേടിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടിഷ്യൂ ബോക്സ് മേടിച്ചോ ഞാൻ തീരാൻ പോവുകയാണ്. പിന്നെയും കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പം വീണ്ടും ഒരു 90-95% ആകുമ്പോൾ വീണ്ടും ഈ ടിഷ്യൂ തീരും. അന്നേരം നമ്മൾ വീണ്ടും കൈയിട്ടെടുക്കും. ടിഷ്യൂ ഉണ്ട്, നമ്മളെടുക്കും. അന്നേരം ടിഷ്യൂ ബോക്സ് നമ്മൾ വീണ്ടും പറയാണ്, വേണ്ടേ പഴയ ആദ്യം പറഞ്ഞ പോലല്ല, ഞാൻ ശരിക്കും തീരാൻ പോവാണ്, നിങ്ങൾ അർജൻറ്റായിട്ട് ടിഷ്യൂ എടുത്ത് മേടിച്ച് വെച്ചോണം, അധികം താമസിക്കാൻ തീർന്നു പോകും. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായത്? നമ്മളുടെ ജീവിതവുമായി വളരെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണിത്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ചില വാണിങ്ങുകൾ അല്ലെങ്കിൽ ചില കോളിംഗ് ആണ്. നമുക്ക് പല കാര്യങ്ങളിലും നമ്മളോട് പറയുകയാണ്, വേണ്ടേ ഇത് ഒരു വാണിംഗ് ആണ്. ചിലപ്പോൾ നമുക്കൊരു ശാരീരികമായ ഒരു ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ മറ്റൊരു ശരീര അസ്വസ്ഥതയോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഒരു ചെറിയൊരു വാണിംഗ് ആണ്. അത്ര കാര്യമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വാണിംഗ് തരും. അത് എന്ത് കാര്യത്തിലാണെന്ന് പറഞ്ഞാലും ശരി, സാമ്പത്തികമായാലും ശരി, അല്ല ശാരീരികമായ പ്രശ്നമായാലും ശരി, കുടുംബപരമായ പ്രശ്നമായാലും ശരി, എല്ലാത്തിനും ഇതുപോലൊരു കോളിംഗ് ഉണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് കോളിംഗ് ചിലപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യനാണ്, ഇഗ്നോർ ചെയ്ത് പോകും. സെക്കൻഡ് കോളിങ്ങും അല്ലെങ്കിൽ ഒരു മേജർ കോളിങ്ങും നമ്മൾ ഇതേപോലെ ഇഗ്നോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ 95% കഴിഞ്ഞിട്ട് വീണ്ടും ടിഷ്യൂ എടുത്ത് കഴിയുമ്പം പിന്നെ ടിഷ്യൂ കാണത്തില്ല. ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൈയിടുമ്പം ടിഷ്യൂ കാണത്തില്ല. അത് എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവമാണ്. നമ്മുടെ ജീവിതം ടിഷ്യൂ ബോക്സുമായിട്ട് വളരെ കമ്പയർ ചെയ്ത് നോക്കണം. ഒരു കോളിംഗാണ്, എല്ലാം ജീവിതത്തിലൊരു കോളിംഗാണ്. ഓരോ കോളിങ്ങും നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് തിരഞ്ഞെടുക്കുക. താങ്ക് യു.